നമസ്കാരം. ഞാൻ ആത്മിക റിജുവിനേഷൻ സെൻ്ററിൽ നിന്നും ഡോക്ടർ പ്രീത പ്രഭാകർ. നമുക്ക് ഉറക്കം എന്താണെന്ന് നോക്കാം. ഉറക്കം നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു ദിവസം നമുക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം പ്രശ്നമായിരിക്കും. ചിലപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യമാവാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ അന്നേ ദിവസം നടക്കാണ്ട് പോവാം. അപ്പോൾ ഉറക്കം വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ആദ്യം ഉറക്കം എന്താണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ യഥാർത്ഥ ഹീലിംഗ് നടക്കുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. കാര്യം ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ഹോർമോണൽ ഫങ്ഷനിങ് എല്ലാം നോർമലൈസ് ആക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള സകലമായ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബോഡി പുറന്തള്ളുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി എല്ലാം ഏതൊക്കെ വേണം വേണ്ട, ഏതൊക്കെ മാറ്റി വയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നതും ഈ ഉറക്കത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ശരിയായ രീതിയിൽ നമുക്കൊരു ദിവസം ഉറക്കം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഹീലിങ്ങും അതിൽ കുറച്ചായിരിക്കും നടക്കുക. അതായത് ഇപ്പോൾ ഒരു ദിവസം നമ്മൾക്കിപ്പോൾ ഒരു 2 hours 3 hours ആണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ പറയുന്ന 8 hours എടുത്ത് നടക്കേണ്ടുന്ന ആ ഒരു ഹീലിംഗ് പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നു. അതുവഴി നമുക്ക് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തികച്ചും ക്ഷീണിതനായിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്. അങ്ങനെ വരും അന്നത്തെ ദിവസം മൊത്തം നമുക്ക് പോക്കായിരിക്കും. അപ്പോൾ ഇത് വളരെ വലിയൊരു ഫാക്ടറാണ്. ഈ ഉറക്കത്തിലാണ് ഹീലിംഗ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ പറയുന്നുണ്ട് ഒരു 7 to 8 hours ഉറക്കം വേണം എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം എന്ന് പറയുന്നത് മണിക്കൂറിലല്ല കണക്ക്. കാര്യം 2 മണിക്കൂർ ഉറങ്ങി വളരെ ഫ്രഷായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൈം എന്നതിലുപരി നമുക്ക് ഇത്ര നേരം ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഫ്രഷായിട്ട് എഴുന്നേറ്റ് അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ഫാക്ടർ. ഓക്കെ, അത് ഓരോ വ്യക്തികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് 5 മണിക്കൂർ മതിയായിരിക്കും, ചില ആൾക്കാർക്ക് 1 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാർ വരെ ഉണ്ട്. ഇതൊന്നുമല്ല, ചില ആൾക്കാർ 7 മണിക്കൂർ, ചില ആൾക്കാർക്ക് 8 മണിക്കൂർ. ഓക്കെ, അത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ രാത്രി കിടക്കുന്നതിന് ഏകദേശം ഒരു 1 hour മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാര്യം നമ്മളിപ്പോൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഭയങ്കര വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുക, കേൾക്കുക, ഫോണിൽ അറിയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉറക്കത്തിനെ അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഇത് തന്നെ ആയിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളിത് ചിന്തിച്ച് ചിലപ്പോൾ പലതരത്തിലുള്ള സ്വപ്നങ്ങളും നമ്മൾ കാണാം. സ്വപ്നങ്ങൾ ഈ ഭയങ്കര പേടിപ്പെടുത്തുന്നയോ അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള സ്വപ്നം കണ്ടാലും അന്നത്തെ ദിവസം പോക്കായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ എന്തൊക്കെ കാണുന്നു ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കഴിവതും കുറച്ച് നമുക്കൊരു ഇമോഷണൽ, അതായത് നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവുന്ന കാര്യങ്ങൾ കഴിവതും ആ സമയത്ത് കാണാതിരിക്കുക. അത് പറയാനൊരു കാരണവും കൂടെയുണ്ട്. ഈ രാത്രി കാലങ്ങളിലാണ് നമ്മുടെ ലോവർ ഇമോഷൻസ് എല്ലാം ആക്ടിവേറ്റ് ആകുന്നത്. കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് ക്രൈംസ് ആയിക്കോട്ടെ, വഴക്കുകളായിക്കോട്ടെ, ബഹളങ്ങളായിക്കോട്ടെ എല്ലാം നടക്കുന്ന ഈ രാത്രി സമയങ്ങളിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ബോഡിയിലെ, അതായത് ഇരുട്ടൊന്ന് ചെറുതായിട്ട് വീണ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ലോവർ ഇമോഷൻസ് എല്ലാം ആക്ടിവേറ്റ് ആയി തുടങ്ങും. പാതിരാത്രി ആകുമ്പം അത് അതിൻ്റെ പീക്കിലെത്തും. പിന്നെ കുറച്ച് അത് കുറഞ്ഞു വരും. ഒരു ഏകദേശം ഒരു 4 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ലോവർ ഇമോഷൻ കൂടുന്നത് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് ഈ രാത്രി കാലങ്ങളിൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം, നമുക്ക് ഈ നിരാശ ഉണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും മറ്റൊരാളോട് റിവഞ്ച് ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടുന്ന ഈ സമയത്തായിരിക്കും. അപ്പോൾ കഴിയുമെങ്കിൽ ഈ സമയത്ത് ഇതിനെയൊക്കെ കൂട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാതെയും ചെയ്യാണ്ടും ഇരിക്കുക. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഫോൺ എടുത്ത് അതിനകത്തുള്ള ഇപ്പോൾ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പോൾ വിഷമം വരാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭീതി വരാം. അപ്പോൾ ഇതൊന്നും പറ്റുവാണെങ്കിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ഇതെല്ലാം ഒഴിവാക്കുക.
പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ എന്താണോ നമ്മൾ രാത്രി അവസാനം ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നത്, അത് തന്നെയായിരിക്കും രാവിലെ ആകുമ്പോഴും നമ്മുടെ ഇമോഷൻ. അതായത് നമ്മൾ ഭയങ്കര ദേഷ്യത്തിലാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ രാവിലെ ആകുമ്പോഴും ഇതേ ദേഷ്യം നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു എനർജി ഉണ്ടാവും. പിന്നെ മൊത്തം ക്ഷീണമായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും പിറ്റേ ദിവസം നടന്നു എന്ന് വരില്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഉറങ്ങുന്ന സമയത്ത് ഫോൺ കണ്ടുകൊണ്ട് കിടക്കുന്നത് നമ്മളിൽ പലരുടെയും ശീലമാണ്. വളരെ കോമൺ ആയിട്ടൊരു ശീലമാണ്. ഫോൺ നോക്കുന്നതിനോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുന്നതിനോ ഒരു കുഴപ്പമില്ല. അവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിൽ കിടന്നുകൊണ്ട് കഴിവതും ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ലൈറ്റ് ഇട്ടുകൊണ്ട് കസേരയിലിരുന്ന് ഫോൺ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബെഡിലിരുന്ന് ഫോൺ നോക്കുന്നുണ്ടോ കുഴപ്പമില്ല. പക്ഷേ കിടന്നുകൊണ്ട് നമ്മൾ ഫോൺ നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ കണ്ണിനടുത്ത് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അതിലുള്ള പ്രകാശം ഡയറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ മെമ്മറീനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ കോൺസെൻട്രേഷനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ മൊബൈലിൽ വരുന്ന വെളിച്ചം എന്ന് പറയുന്നത് ബ്രെയിൻ ആക്ടിവേറ്റിംഗ് ആണ്. വൺസ് ബ്രെയിൻ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം 20 തൊട്ട് അരമണിക്കൂർ വരെ എടുക്കും അതൊന്ന് സ്ലോ ഡൗൺ ആവാൻ, അതായത് സ്ലീപ്പിലോട്ട് നമുക്ക് പോകാൻ. അപ്പോൾ കഴിവതും ആ തെറ്റ് ചെയ്യാണ്ടിരിക്കുക. അതും നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കും. പിന്നെ ഉറക്കത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ്, രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ജസ്റ്റ് അലാം കേട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ഉറങ്ങട്ടെ അല്ലെങ്കിൽ 20 മിനിറ്റ് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സ്ലീപ്പിലോട്ട് പോകും. ഈ സെക്കൻഡ് സ്ലീപ്പിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. ഈ സ്വപ്നങ്ങളുടെ പ്രത്യേകത വെച്ചാൽ, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അന്നത്തെ ദിവസം മൊത്തം നമുക്ക് ശരീരത്തിന് ക്ഷീണവും തളർച്ചയായിരിക്കും. വളരെ ഡീപ്പായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും നമ്മൾക്ക്. അതായത് നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന തരത്തിലുള്ള സ്വപ്നമൊക്കെ വേണമെങ്കിൽ സെക്കൻഡ് സ്ലീപ്പിലോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മൾ എപ്പോൾ എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്നോ ആ സമയത്ത് തന്നെ അലാം കേട്ട് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ അങ്ങ് എഴുന്നേൽക്കുക. ഓക്കെ. അപ്പോൾ ഉറക്കം വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. നമ്മളെങ്ങനെ, അതായത് ഏറ്റവും നല്ലത് കുറച്ച് ഡിസിപ്ലിൻഡായിട്ട് ഈ ഉറങ്ങുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യുക. കാര്യം ഒരു ദിവസം നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ദിവസം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ആ ഒരു ദിവസം മാത്രമല്ല പിറ്റേ ദിവസവും നമുക്കുണ്ടാകും. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. താങ്ക് യു.